ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ, അതായത് നമ്മുടെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ പല ബിസിനസ്സുകളും റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. പരമാവധി നമ്മളെ ഷോപ്പുകളിൽ സ്വന്തമായിട്ട്, അത് ചില ആളുകൾക്ക് സ്വന്തമായി ഫേസ് കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവർ ഒന്നില്ലെങ്കിൽ ആദ്യം പ്രൊഡക്റ്റുകൾ കാണിച്ച് വോയിസ് ബാക്കിൽ, അതായത് നമ്മളെ കാണാത്ത രീതിയിൽ വോയിസ് ഇട്ടിട്ട് തുടങ്ങുക. പരമാവധി നമ്മളെ പ്രൊഡക്റ്റുകളൊക്കെ ആളുകളിലൂടെ ഡിജിറ്റലായിട്ട്, അതായത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ യാതൊരു ചിലവും ഇല്ലാത്തതാണ്. ഇപ്പോൾ ആളുകൾ ഒരുപാട് പൈസകൾ കൊടുത്തിട്ട് നമ്മൾ ഭയങ്കര സബ്സ്ക്രൈബുള്ള യൂട്യൂബർമാരൊക്കെ ഇറക്കി ഒരുപാട് കാശ് കളയുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫോളോവേഴ്സ് ഉള്ളവർക്ക് ഒരുപാട് ആളുകൾ കാണും, അതൊക്കെ. ചിലപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളുകളും വിചാരിച്ചത്ര ആളുകൾക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഈ ലക്ഷങ്ങൾ കൊടുത്ത് പരസ്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാശ് നമുക്ക് ബിസിനസ്സിലൂടെ കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പോൾ പരമാവധി സ്വന്തമായിട്ട് ഓരോ കണ്ടന്റുകളും ക്രിയേറ്റ് ചെയ്ത് ഓഫറുകളൊക്കെ ഇടാൻ നോക്കുക. പിന്നെ പുറമേയുള്ള ആളുകൾ നമ്മളുടെ റീച്ച് കണ്ട് ഒപ്പം വന്ന് ചെയ്യുകയാണെങ്കിലും ഒക്കെ അധികം സ്വയമായി ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഷോപ്പിലുള്ള ഓണേഴ്സിന് ബുദ്ധിമുട്ടാച്ച സ്റ്റാഫുകളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഭൂരിഭാഗം സെയിലുകൾ വരുന്നത്. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ഈ ഷൊർണൂർ ഷോപ്പിലിരുന്ന് 600-700 കിലോമീറ്റർ നമ്മളെ തേടി വരുന്ന നമ്മുടെ സർവീസും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് രീതിയിലൂടെയാണ്. നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അതിൻ്റെ പ്രൈസിനെ കുറിച്ചൊക്കെ പറയുന്ന കാരണം തന്നെ കസ്റ്റമർ വരുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ വേണ്ടി ഏതിൻ്റെ സെയിലും ആയിക്കോട്ടെ, ഏത് ഫീൽഡിലും ആയിക്കോട്ടെ, നമ്മൾ ബാഗിൻ്റെ ഷോപ്പോ, അതായത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടൽ ഫീൽഡോ, അല്ലെങ്കിൽ ഈ തുണിക്കട, നമ്മുടെ ഡ്രസ്സ് കട, അതേപോലെ ഏതിൻ്റെ ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ചെറിയ ചെറിയ വീഡിയോസോ അല്ലെങ്കിൽ ലോങ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്താൽ ഒരുപാട് സെയിലുകൾ കിട്ടും. ഇന്ന് സോഷ്യൽ മീഡിയ നല്ലതിനും ഉപയോഗിക്കുന്നുണ്ട്, ബിസിനസ്സിനായിട്ട് ഉപയോഗിക്കുക. ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ പോലെ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാം. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നല്ലതിനായി ഉപയോഗിക്കുക. അപ്പോൾ മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ട് കൂടുതൽ ഒരുപാട് ആളുകൾ ചെയ്തിട്ടില്ല. ചിലപ്പോൾ നല്ല വീഡിയോ ആയിക്കോട്ടെ, മോശം വീഡിയോ ആയിക്കോട്ടെ, അതിലൊക്കെ പോയിട്ട് നമ്മൾ മോശം കമൻറ്റ് ഇടുന്ന നേരം നമ്മളെ കൊണ്ട് പറ്റാവുന്ന നമ്മൾ ചെയ്യുന്ന ചെറിയ സംഭവത്തിന് ഇനി കലാപരമായ കഴിവുള്ളവരുണ്ടാവും. അവർ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അവരെ കലാപരമായ കഴിവിട്ട യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടും. മോണിറ്റൈസിങ്ങും 4000 മണിക്കൂർ വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ മോണിറ്റൈസിങ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം യൂട്യൂബിൽ നിന്ന് വരുമാനങ്ങൾ കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസിങ് ആയതാണ്. അപ്പോൾ അതിന് നമുക്ക് കിട്ടില്ല എൻ്റെ വരുമാനം. ഇതേപോലെ നമുക്ക് എന്തെങ്കിലും അറിയുന്ന കാര്യങ്ങൾ അതിലൂടെ ഷെയർ ചെയ്യുക, ആളുകൾക്ക് നല്ലത് വരുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ, ബിസിനസ് വളർത്താൻ പറ്റും. നമ്മൾ ഒരുപാട് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടും. അവർക്ക് നമ്മളൊരു മാതൃക ആണെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. സോഷ്യൽ മീഡിയയിലൂടെ കസ്റ്റമറെ നമുക്ക് കണ്ടെത്താൻ പറ്റും. നല്ല സർവീസ് കൊടുത്തതിന് ബിസിനസ്സുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതേപോലത്തെ വീഡിയോകൾ നമ്മൾ ചെയ്യട്ടോ. നമ്മൾ ഇതേപോലത്തെ വീഡിയോകൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, പരമാവധി ആളുകൾക്ക് എത്തിക്കട്ടെ. അപ്പോൾ ഓക്കെ.